ഈശോയെ ചതിയിൽപ്പെടുത്താൻ, കെണിയിൽപ്പെടുത്താൻ വരുന്നവർ സുഖിപ്പിക്കുന്ന വർത്തമാനമായിട്ടാണ് കർത്താവിനെ സമീപിച്ചത് എന്നുള്ളത് വചനം എടുത്തു പറയുന്നുണ്ട്. നീ സത്യം പറയുന്നവനാ, നിർഭയം സത്യം പറയുന്നവനാ, ഇങ്ങനെയുള്ള വർത്തമാനമായിട്ടാണ് കർത്താവിൻ്റെ അരികിലേക്ക് വന്നത്. സുഖിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം സുഖിപ്പിച്ചിട്ടാണ് അതിൻ്റെ അവസാനം നമ്മളീ പഞ്ചസാരയിൽ പൊതിഞ്ഞ് വിഷം കൊടുക്കുന്ന പരിപാടി എന്ന് പറയില്ലേ, അപ്രകാരമുള്ള ഒരു രീതിയുമായിട്ടാണ് ഈ ഹെറോദ്യസ് പക്ഷക്കാരും ഫരിസയരും കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത് എന്നുള്ളത് ഇന്നത്തെ വചനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പലരും നമ്മുടെ അടുക്കൽ വന്ന് പല കാര്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ സുഖിപ്പിക്കുന്ന രീതികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലരൊക്കെ പൈസയൊക്കെ ചോദിച്ചു വരും. പൈസ ചോദിച്ചു വരുന്നവർ ആദ്യം ചെയ്യുന്നത് കുറച്ച് നല്ല രീതിയിൽ, അച്ഛൻ ആ ചെയ്തത് നന്നായി, ഈ ചെയ്തത് കൊള്ളാട്ടോ, അങ്ങനെയൊക്കെ. എന്നിട്ടാണ് അച്ഛൻ അത്യാവശ്യം ഉണ്ട്, അച്ഛാ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുഖിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ നീ എന്താണ്, ഞാൻ ആരാണ് എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ ഈ സുഖിപ്പിക്കലൊക്കെ ആ രീതിയിൽ നടന്നോളും. മറ്റുള്ളവർ സുഖിപ്പിക്കുന്നതനുസരിച്ച് പൊങ്ങാനോ മറ്റുള്ളവർ വിമർശിക്കുന്നതനുസരിച്ച് താഴാനോ നമ്മൾ നിന്ന് കൊടുക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. സുഖിപ്പിക്കുന്നവരുമുണ്ട്, വിമർശിക്കുന്നവരുമുണ്ട്. ഇത് രണ്ടും നിന്റെ ജീവിതത്തെ ഇത്രയും പോലും ബാധിക്കരുത്. സുഖിപ്പിക്കുന്നവർ സുഖിപ്പിച്ചോട്ടെ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. നീ നിന്റെ പണിയുമായിട്ട് പോവുക. ഇതാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന നന്മയുടെ വഴി, പാഠം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നീ ആര് എന്നുള്ളത് നിനക്ക് വ്യക്തമായ ബോധമുണ്ടെങ്കിൽ ഇത് രണ്ടിലും നീ വീഴില്ല, ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ തളരില്ല. പിന്നെ എന്തു പറയണം എന്നുള്ള കാര്യം നീ ആലോചിക്കേണ്ടതില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളെ ന്യായാസനത്തിങ്കിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ ഓർത്ത് ആകുലപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നെ അറിയാൻ പാടില്ലാത്ത കുട്ടികളെ അമ്മ വീട്ടിലിരുത്തി മടിയിലിരുത്തി പറ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞു തരും. അതങ്ങ് പറഞ്ഞാൽ മതി. നോർത്ത് വയ്ക്കുക, എത്ര വലിയ കരുതലും കാവലും സംരക്ഷണവും നൽകി ഒരു ദൈവം ഇപ്രകാരം കൂടെയുള്ളപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കെണികൾ വെച്ച് കാത്തിരിക്കുന്നവരുടെ കെണികളിൽ പെടാതെ കാത്തു പരിപാലിക്കാൻ മുമ്പിൽ നടക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പോടുകൂടെ, ആഴമുള്ള വിശ്വാസത്തോടുകൂടെ ഈ ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ചേർത്ത് പിടിക്കാം.